Hi friends, welcome back to my YouTube channel. ഞാൻ അർഷദ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത എപ്സന്റെ L5190 എന്ന പ്രിന്ററിൽ ഇങ്ക് റീഫിൽ ചെയ്യുന്ന ചെറിയൊരു സിമ്പിൾ ടിപ്പ് വീഡിയോ ആണ് ഞങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. കൂടുതൽ ബെൽ ബട്ടൺ നോക്കുകയാണെങ്കിൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോൺ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സാവും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് എപ്സൻ്റെ L5190 എന്ന പ്രിൻ്റർ. ഇതിൽ ഇങ്ക് റീഫിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. ടാങ്കിൻ്റെ മേലെ ടോപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ 4 ചെറിയ ടാങ്കുകൾ ഉണ്ടാവും. ഓരോന്നിനും അതിൻ്റെതായ നേരെ അതിൻ്റെ കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ റീഫിൽ ചെയ്യുന്ന സിയാൻ എന്ന ഇങ്കാണ്. ജസ്റ്റ് ആ ബോട്ടിലിൻ്റെ മേലൊന്ന് വെച്ചെടുക്കുക, അത്ര ചെയ്താൽ മതി. ബാക്കി അത് ഓട്ടോമാറ്റിക് റീഫില്ലിംഗ് ആണ്. ഇനി ഞങ്ങൾ വേറൊന്ന് ഞാൻ സാമ്പിളായിട്ട് കാണിച്ചു തരാം. നമ്മൾ യെല്ലോ റീഫിൽ ചെയ്യാണ്. സിമ്പിളായിട്ട് ഇതാ നോക്കൂ. ഇതേപോലെ ഒന്ന് അതിൻ്റെ മേലെ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ബാക്കി ഇങ്ക് അങ്ങനെ ഫില്ലായിക്കോളും. ഓക്കെ, ഇത് ഫസ്റ്റ് ടൈം പുതിയ പ്രിൻ്റർ ആയതുകൊണ്ടാണ് ഇത് 4 ബോട്ടിൽ ഫസ്റ്റ് റീഫിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. സാധാരണ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഷീനാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് കഴിയാനായത് ഏതാണോ ആ ഇങ്ക് റീഫിൽ ഇതേപോലെ റീഫിൽ ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇങ്ക് റീഫില്ലിംഗ് പ്രോസസ്സിങ് ഏകദേശം കഴിയാനായി. ഇത് കഴിഞ്ഞാൽ ഫുൾ ആയിക്കണില്ല എന്ന് അറിയാൻ ജസ്റ്റ് ആ ബോട്ടിൽ നിന്ന് കൈ വെച്ചാൽ മതി. അപ്പം നമുക്ക് ആ ഒരു എയർ ബബിളിൻ്റെ ഫീലിംഗ് ഉണ്ടാവും, ആ ഗ്ലൂ എന്നുള്ള ഫീലിംഗ് നമുക്കുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ടോപ്പ് ഇതേപോലെ അടക്കുക. ഓക്കെ, ഇനി അതിൻ്റെ മെയിൻ ടോപ്പ് അടക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ചെയ്യാൻ. ഞാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.